നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 21 വെള്ളിയാഴ്ച. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ചൈനീസ് നാവിക ടാസ്ക് ഫോഴ്സിനെ നിരീക്ഷിക്കാൻ ഓസ്ട്രേലിയൻ കപ്പലുകളും വിമാനങ്ങളും ന്യൂസിലാൻഡ് സൈന്യവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലസ് പറഞ്ഞു. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് ചൈനീസ് ഫ്രിഗേറ്റ്, ക്രൂസിയർ, സപ്ലൈ ഷിപ്പ് എന്നിവ ഇപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതിരോധ വകുപ്പ് സ്ഥിരീകരിച്ചു. സിഡ്നിയിൽ നിന്ന് 150 നോട്ടിക്കൽ മൈലിലാണ് ചൈനീസ് കപ്പലിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. കപ്പലുകളുടെ സാന്നിധ്യം ആശങ്ക സൃഷ്ടിക്കുന്നതായി അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തെ 3G നെറ്റ്വർക്ക് അടച്ചുപൂട്ടൽ നടപടികൾ, ടെലികോ സേവന പരാതികൾ വർദ്ധിക്കുന്നതായി കണക്ക്. ഫോൺ കവറേജ് ഇല്ലാതിരിക്കുക, സേവനം മുടങ്ങുക, ദാതാക്കളുടെ മന്ദഗതിയിലുള്ള നടപടി തുടങ്ങിയ പരാതികൾ വ്യാപകമാകുന്നുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി ഓംബുഡ്സ്മാന്റെ പക്കൽ ഇത്തരം പരാതികളുടെ വർധനവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3G നെറ്റ്വർക്ക് അടച്ചുപൂട്ടലിന് പിന്നാലെ പരാതികളിൽ 13% വർധനവുണ്ടായി. ജനുവരിയിൽ ഓസ്ട്രേലിയയിലെ തൊഴിലില്ലായ്മ നിരക്ക് നേരിയ തോതിൽ ഉയർന്നു. ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 0.1% ഉയർന്ന് 4.1%. തൊഴിലുകളുടെ എണ്ണം 44,000 വർദ്ധിക്കുകയും തൊഴിൽ രഹിതരുടെ എണ്ണം 23,000 എന്ന നിലയിൽ ഉയരുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് 16 വയസ്സിന് താഴെയുള്ള മിക്കവാറും എല്ലാ കുട്ടികളും ഇപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുവെന്ന് ഈ സേഫ്റ്റി കമ്മീഷൻ റിപ്പോർട്ട്. 8 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ 80%, 13-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ 95%, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, റെഡിറ്റ്, സ്നാപ്ചാറ്റ്, ടിക്ടോക്ക്, യൂട്യൂബ് എന്നീ ഒന്നോ അതിലധികമോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചതായി റിപ്പോർട്ട് പറയുന്നു. ഈ കുട്ടികളിൽ 54% പേർ അവരുടെ മാതാപിതാക്കളുടെയോ അടുത്ത ബന്ധുക്കളുടെയോ അക്കൗണ്ട് വഴി സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്യുന്നുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. രാജ്യത്തെ സർക്കാർ സ്കൂളുകളിൽ രക്ഷിതാക്കൾ സ്വമേധയാ നൽകുന്ന സംഭാവനകൾ കഴിഞ്ഞ 2 വർഷത്തിനിടെ 40% വരെ വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ. സർക്കാർ സ്കൂളുകൾ സൗജന്യമാണെങ്കിലും അവർക്ക് രക്ഷിതാക്കളോട് സ്വമേധയാ സംഭാവനകൾ അഭ്യർത്ഥിക്കുകയോ ധനസഹായം നൽകുകയോ ചെയ്യാം. ഈ ഇനത്തിൽ 2022 ശരാശരി സംഭാവന $409 ആയിരുന്നെങ്കിൽ 2023 ഇത് $465 ഉയർന്നു. കലാകായിക പ്രവർത്തനങ്ങൾ, പഠനയാത്രകൾ എന്നിവയുൾപ്പെടുന്ന പാഠപദ്ധതികൾക്കും പാഠ്യേതര പ്രവർത്തനങ്ങൾക്കുമാണ് ഈ ഫീസ് വിനിയോഗിക്കുക. സിഡ്നി നോർത്ത് ബീച്ചസ് ആശുപത്രി 2 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. കുട്ടിയെ ഗുരുതരമായ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ അടിയന്തര വിഭാഗത്തിൽ കൊണ്ടുവന്നെങ്കിലും അവിടെ 3 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അവസാനം കുട്ടിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതിന് തൊട്ടു മുമ്പാണ് ചികിത്സ ലഭിച്ചതെന്നും പറയുന്നു. പിഴവുകൾ തിരിച്ചറിഞ്ഞ് മെച്ചപ്പെടുത്തലുകൾ നടപ്പാക്കുമെന്ന് ആശുപത്രി അധികൃതർ ഉറപ്പു നൽകി. എന്നാൽ വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം നടത്തുമെന്ന് സർക്കാർ അറിയിച്ചു. മുൻ ഫെഡറൽ സ്റ്റാഫ് ബ്രിട്ടാനി ഹിഗിൻസിനെയും പങ്കാളിയെയും അവരുടെ നായയെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഡേവിഡ് വില്യം വോണോക്കോട്ടിന് ജയിൽ ശിക്ഷ വിധിച്ചു. NSW ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. മുൻ കുറ്റകൃത്യങ്ങളും മുന്നറിയിപ്പുകളെ അവഗണിച്ച് നടത്തിയ പ്രവർത്തികളും ചൂണ്ടിക്കാട്ടിയാണ് വിധി. 2023 സോഷ്യൽ മീഡിയ വഴിയാണ് അയാൾ ഭീഷണി സന്ദേശം അയച്ചത്. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ രേഖകൾ കോടതി കണ്ടെത്തിയിരുന്നു. ഈ ഭീഷണികൾ ഹിഗിൻസിനെയും ഷ്രാഫ്സിനെയും സുരക്ഷയെക്കുറിച്ച് ഭീതിയിലാക്കുകയും സുരക്ഷാ നടപടികളുടെ ഭാഗമായി താൽക്കാലികമായി ഫ്രാൻസിലേക്ക് മാറാൻ നിർബന്ധിതരാകുകയും ചെയ്തു. ICC ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ 6 വിക്കറ്റിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 49.4 ഓവറിൽ 228 റൺസിന് ഓൾ ഔട്ടായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 46.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. 129 ബോളിൽ നിന്നും 101 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. സംവിധായകൻ S. ശങ്കറിന്റെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. 10.11 കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. PMLA ആക്ട് പ്രകാരമാണ് ED ചെന്നൈ സോണൽ ഓഫീസിന്റെ നടപടി. രജനീകാന്തിനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്ത എന്തിനെതിരെ ഉയർന്ന പോപ്പിയുടെ പരാതിയിലാണ് നടപടി. ജൂനിയർ ദേശീയ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവായ പവർ ലിഫ്റ്റർക്ക് പരിശീലനത്തിനിടെ ദാരുണാന്ത്യം. വനിതാ പവർ ലിഫ്റ്റർ
രാഷ്തിക ആചാര്യാണ് ജിമ്മിലെ പരിശീലനത്തിനിടെ 270 കിലോഗ്രാം ഭാരമുള്ള ബാർബൽ കഴുത്തിൽ വീണ് മരിച്ചത്. എറണാകുളം കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ജാർഖണ്ഡ് സ്വദേശിയായ IRS ഉദ്യോഗസ്ഥന്റെ വസതിയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് വ്യക്തമല്ല. UGCയുടെ കരട് ഭേദഗതി നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്ന് BJP ഇതര സംസ്ഥാനങ്ങളുമായി കൈകോർത്ത് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് കേരളം. യജമാനന്മാർക്ക് വേണ്ടി ഗവർണർമാർ കേരളത്തിലടക്കം രാഷ്ട്രീയ ഇടപെടൽ നടത്തുകയാണെന്ന് സംസ്ഥാനം സംഘടിപ്പിച്ച ദേശീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി വിമർശിച്ചു. മലയാളം സർവകലാശാല VC ഒഴികെ ബാക്കി VCമാർ വിട്ടുനിന്നു. സംസ്ഥാനത്ത് ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചു. 812 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി പറഞ്ഞു. അടുത്ത ആഴ്ച മുതൽ 1600 രൂപ വീതം ലഭിക്കും. 3 ഗഡു ക്ഷേമ പെൻഷൻ കൊടുക്കാനുണ്ടായിരിക്കും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.